പ്രശാന്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത്തരത്തിലുള്ള നിരവധിയായ കോളേജുകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് ഈ ഒരു കോളേജ്. എങ്ങനെയും കുറെ കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പഠിപ്പിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക പോലും ചെയ്യാതെ കൃത്യമായി അവർക്ക് പഠിപ്പിക്കാൻ പോലും അവസരം ഒരുക്കാതെയുള്ള, യാതൊരു അടിസ്ഥാന സൗകര്യവും നൽകാതെയുള്ള നിലപാട് പല കോളേജുകളും അങ്ങനെ തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് പ്രശാന്ത്? അവിടെ ചെന്ന് നമ്മൾ കണ്ടപ്പോൾ കുട്ടികൾ പറയുന്നത്, അവരുടെ രക്ഷിതാക്കൾ പറയുന്നതൊക്കെ എങ്ങനെയാണ്? സൗമ്യ, ഞങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ ഈ കോളേജിൻ്റെ SNP കോളേജിലെത്തുന്നത്. ഒരു കല്യാണ മണ്ഡപം, അതായത് ഒരു തൊഴുത്തിന് സമാനമാകുന്ന ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളെല്ലാം തന്നെയായിരുന്നു അവിടെ. വളരെ ഇടുങ്ങിയ ക്ലാസ് മുറികൾ, അതുപോലെ തന്നെ ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്ന ക്ലാസ് മുറിയിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ പ്രത്യേകിച്ച് അവർക്ക് തലവേദന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു അനാരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം ത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഈ കോളേജ് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ കോളേജിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ഭൂമി തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. കാരണം അതനുസരിച്ചുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കോളേജിന് MG സർവകലാശാലയുടെ അഫിലിയേഷൻ ഉണ്ട് എന്ന് ധരിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികളെ ആദ്യം കോളേജിലേക്ക് ചേർത്തിരുന്നത്. ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2014 അഫിലിയേഷൻ കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് കോളേജിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം അടക്കമുള്ള കാര്യങ്ങൾ അഡ്മിഷൻ സമയത്ത് പിരിച്ചിരുന്നു. എന്നാൽ ഇവിടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ UGC നിഷ്കർഷിക്കുന്ന വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതിൻ്റെ പേരിൽ ഇവരുടെ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടമാകുന്നു. ഇതേ സംബന്ധിച്ച് വിദ്യാർത്ഥിനികൾ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള സമീപനം മാനേജ്മെൻറ്റ് തുടരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. പ്രത്യേകിച്ച് ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ അടക്കമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ ലാബ്, അതായത് അതിനുവേണ്ടി ലാബ് സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. ഈ കോളേജ് അധികൃതരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. ഒപ്പം ശുചിമുറിയുള്ള സൗകര്യങ്ങളില്ല. ശുചിമുറിയെക്കുറിച്ച് അവിടുത്തെ പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ 6ഓളം ശുചിമുറികളുണ്ട് എന്നാണ്. പലപ്പോഴും പെൺകുട്ടികളടക്കമുള്ളവർ പ്രിൻസിപ്പലിൻ്റെ മുറിയോട് ചേർന്നുള്ള ശുചിമുറിക്കകത്ത് പോയി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട അവസ്ഥ വരുന്നു. അതുപോലും വളരെ, അതായത് അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ പോലും നിരവധി ആളുകൾ ആ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ വേണം കടന്നു പോകാൻ. ഇങ്ങനെ വളരെ അധികം മോശമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ, വളരെ അപമാനിതരാകുന്ന ഒരു അന്തരീക്ഷത്തിൽ പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് അവിടെ വരുന്നത് എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മോട് പങ്കുവച്ചത്. ഒപ്പം ഈ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി ഭൂമി തട്ടിപ്പുകളടക്കം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിലൂടെ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത, ഇന്നലെ അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ആ കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു ഉറപ്പ് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിയിരുന്നു. അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ പക്കലുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി, ഒരു വലിയൊരു അഴിമതിയുടെ നഗ്നമായ കാര്യം കൂടി ഇതിൽ പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ അധ്യാപകരെ നിയമിച്ച കാര്യത്തിൽ വൻതോതിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം സന്തോഷ് കുമാർ സമ്മതിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇതിൽ പറയുന്നത് എങ്ങനെയാണ്, ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരും നൽകിയ ഡിപ്പോസിറ്റ് തുക പലിശരഹിതമായി തിരികെ നൽകിക്കൊള്ളാമെന്ന് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നു. അപ്പോൾ അവിടെ ഓരോ അധ്യാപകരെ നിയമിച്ചപ്പോൾ 5 ലക്ഷം മുതൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം മുതൽ ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് പലിശരഹിത ഡെപ്പോസിറ്റ് നിക്ഷേപം എന്ന രീതിയിൽ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അധ്യാപകർ നമ്മോട് സംസാരിക്കുകയുണ്ടായി. എന്തായാലും ഒരു സ്വാശ്രയ കോളേജുകളിൽ കോഴ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ ഇത്തരത്തിൽ പണം വാങ്ങി എന്ന് സമ്മതിക്കുന്ന ഒരു രേഖ കൂടിയാണ് ഇന്നലത്തെ ഈ എഗ്രിമെൻറ്റിലൂടെ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം വൻതോതിൽ കോഴ വാങ്ങിയാണ് ഈ കോളേജ് ആരംഭിച്ചത്. അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്ന് 5ഉം 10ഉം 8ഉം ലക്ഷം വീതം കോഴ വാങ്ങി. അങ്ങനെ 32 ലക്ഷത്തോളം രൂപ അവിടുത്തെ അധ്യാപകരിൽ നിന്ന് വാങ്ങിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വിദ്യാർത്ഥികളെ അഡ്മിഷൻ സമയത്ത് കെട്ടിട നിർമ്മാണം എന്നതിൻ്റെ പേര് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. വിദ്യാർത്ഥികൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളെ മന്ദബുദ്ധികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ കോളേജിലെത്തിയ രക്ഷകർത്താക്കൾ PTA മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും ഈ ചെയർമാനോട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ചെയർമാൻ എന്നാൽ എത്തുന്ന കാര്യത്തിൽ വളരെ വിമുഖത പ്രകടിപ്പിച്ചു. എന്നാൽ ചെയർമാൻ എത്തിയ ശേഷം മാത്രമേ പിരിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾ അടക്കമുള്ളവർ ബഹളം വെച്ചപ്പോഴാണ് 3 മണിയോടുകൂടി ചെയർമാൻ എത്തിയത്. 8 മണിക്കൂറോളം ചെയർമാനെ തടഞ്ഞു വെക്കുകയും ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും വലിയൊരു അഴിമതിയുടെ മുഖം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. സൗമ്യ.
പ്രശാന്ത്, ഇവിടെ ഇത് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾ പറയുന്നു ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ആദ്യം ജോയിൻ ചെയ്യിച്ചത് എന്നുള്ളൊരു ന്യായീകരണമാണല്ലോ അവർ പറയുന്നത് എന്ന്. പക്ഷെ അങ്ങനെ പോലും പറയാനുള്ളൊരു അവകാശമില്ല. ഒരു കോളേജിലേക്ക് അഡ്മിഷൻ നൽകുമ്പോൾ അവർക്കെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് നിരീക്ഷിക്കേണ്ടത് ഈ കോളേജുകൾക്കൊക്കെ അനുവാദം നൽകുന്നവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ അറിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത്? സൗമ്യ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കോളേജിന് അഫിലിയേഷൻ നൽകുന്നത്. ചില സാമുദായിക സംഘടനകൾക്ക് കോളേജ് നൽകിയ കൂട്ടത്തിൽ നൽകിയ കോളേജുകളിൽ ഒന്നാണിത്. സാമുദായികമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ ഭാഗമായും ചില രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി UDF ഗവൺമെൻറ് നിയമിച്ച സിൻഡിക്കേറ്റ്, MG സർവകലാശാലയുടെ സിൻഡിക്കേറ്റാണ് ഇത് സംബന്ധിച്ച് അഫിലിയേഷൻ കൊടുത്തത്. അന്ന് അഫിലിയേഷൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള പരാതികളെല്ലാം തന്നെ ഉയർന്നിരുന്നു. വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് അടക്കം കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും പുനഃപരിശോധിച്ചപ്പോൾ ഈ 10-25ഓളം കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോയത്. ഇവിടെ ഇപ്പോൾ ഈ കോളേജ് അധികൃതർ നൽകുന്നത് ഇത് ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ളതാണ്, ഇത് കെട്ടിച്ചമച്ചതാണ്, ഈ കോളേജിനെ തകർക്കാനുള്ള എന്ന ഒഴുക്കൻ മറ്റുള്ളൊരു പ്രതികരണം മാത്രമാണ് കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രിൻസിപ്പൽ സുദർശനുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. പ്രിൻസിപ്പലോട് സംസാരിച്ചപ്പോൾ ഒരു ടെമ്പററി അഫിലിയേഷൻ ാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് ഇതിന് അഫിലിയേഷൻ എന്തായാലും കിട്ടും എന്ന രീതിയിൽ ഉള്ള ഒരു വർത്തമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിദ്യാർത്ഥികൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഇതേക്കുറിച്ച്, അതായത് ഒരു ദിവസം ആ കോളേജിൽ ഫീസ് മുടങ്ങിയാൽ വിദ്യാർത്ഥികളെ പുറത്ത് വെയിലത്ത് നിർത്തുന്ന ഒരു സമീപനമടക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു പീഡനങ്ങളടക്കം ഈ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നടത്തിയിരുന്നു എന്നാണ് വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നത്. ഇത് വളരെ വയ്യാതായപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളിലേക്ക് പോയത്. മാത്രമല്ല, ഈ കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കോളേജിൻ്റെ സ്ഥലം വാങ്ങിയത് 1.5 ഏക്കർ സ്ഥലം വാങ്ങി 5.5 ഏക്കർ സ്ഥലമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഒരു സമീപനമുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ 3 ആധാരങ്ങൾ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ഇത് SNDP മീനച്ചിൽ യോഗത്തിൻ്റെ കോളേജാണ് എന്ന് പ്രചരിപ്പിക്കുകയും SN ട്രസ്റ്റിൻ്റെ കീഴിലാണെന്ന് പ്രചരിപ്പിക്കുകയും സന്തോഷ് കുമാർ വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള ശ്രീരാമ പരമഹംസ ദേവ ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് കോളേജിനെ മാറ്റുന്ന രീതിയിലൊക്കെ സമീപനം ഉണ്ടായി. 3 ആധാരങ്ങൾ നിർമ്മിച്ച് ഈ ആധാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഈ കോളേജ് കൈപ്പിടിയിൽ ഒതുക്കാൻ KM സന്തോഷ് കുമാർ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെ പാലായിലടക്കം മീനച്ചിലടക്കം നിരവധി പ്രതിഷേധങ്ങളുണ്ടായി. അപ്പോൾ ആ എല്ലാ പ്രതിഷേധങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു നീർപ്പുകയിലാണ് ഇപ്പോൾ ഒരു സ്ഫോടന രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇതിൻ്റെ നിസ്ഥിതി അറിഞ്ഞതോടുകൂടി വലിയ ആശങ്കയിലായി. അങ്ങനെ രക്ഷിതാക്കൾ സംഘടിച്ചെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ കോളേജ് അധികൃതർക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വ്യക്തമായ മറുപടി വിദ്യാർത്ഥികൾ കൊടുക്കാനായില്ല. ഈ സാഹചര്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഇത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. വെള്ള പേപ്പറിൽ എഴുതി നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിയില്ല എന്നും ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ഒരു മുദ്രപത്രത്തിൽ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിന് ഇവിടെ ഇരുന്നു കൊണ്ട് വിദ്യാർത്ഥികളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ആ പറയേണ്ടി വന്ന കൂട്ടത്തിലാണ് അധ്യാപകരിൽ നിന്നും പണം കൈപ്പറ്റി എന്നുള്ള കാര്യവും അത് തിരികെ നൽകിക്കൊള്ളാമെന്ന കാര്യവും അദ്ദേഹത്തിന് ഈ എഗ്രിമെന്റിലൂടെ സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാശ്രയ കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ കോഴ വാങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണവും അതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും ഇപ്പോൾ നെഹ്റു കോളേജിലെ വിഷയമാണെങ്കിലും ഇതിലുമൊക്കെ ആണെങ്കിലും നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു വിഷയമായി നിൽക്കുന്നത് ഈ കുട്ടികളുടെ ഭാവി തന്നെയാണ്. കാരണം ഇപ്പോൾ കോളേജിനെതിരെ ഒരു നടപടി ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പോലും ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ പഠനം ഭാവിയൊക്കെ അവതാളത്തിലാകും, ഇത്രയും വർഷം പഠിച്ചത് വെറുതെയാകും എന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോലും ഈ കുഞ്ഞുങ്ങൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ 3 വർഷമായി കോളേജ് നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു കല്യാണ മണ്ഡപത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഇത്രയും നാളുകൾ യാതൊരു ഒരുപക്ഷെ പഠനപരമായ യാതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളും നടത്താതെ ആയിരുന്നോ ഇവരുടെ പഠനം നടന്നത്? ഇവർ ഈ 3 വർഷത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ പറയുന്നത്? ഈ 3 വർഷവും ഇവരുടെ പഠനത്തെ സംബന്ധിച്ച് ദുരിതമയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയായിരുന്നു ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവർ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ മാനേജ്മെൻറ്റ് കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ സംസാരിക്കാനായി അനുവദിക്കാറില്ല. ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുകയുമാണ് പതിവ്. അത്തരത്തിൽ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ ഭീഷണിയുടെ സ്വരങ്ങളടക്കം ഇതിൽ മുഴങ്ങുന്നുണ്ട്. അതായത് ജീവന് വരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങളടക്കം ഈ KS
സന്തോഷ് കുമാർ അടക്കമുള്ളവർ വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലടക്കം പറയുന്ന കാര്യത്തിൽ അവർ വിമുഖത കാട്ടിയിരുന്നു. കാരണം ഇത് വലിയൊരു ഒരു ഇതിനു മുമ്പും നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് കോളേജ് യൂണിയന്റെ ചെയർമാൻ. അദ്ദേഹം അത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പലപ്പോഴും കോളേജിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ വരുമ്പോൾ അത് കോളേജ് അധികൃതരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ ഈ മാനേജ്മെന്റ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കുട്ടികളെ വിളിക്കുകയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പരമഹംസ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ 3 വർഷമായി ഈ കോളേജ് പ്രവർത്തിക്കുന്നത് ഒരു കല്യാണ മണ്ഡപത്തിലാണ്. കുട്ടികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അവിടെ പഠിക്കുന്ന 3-ാം വർഷ വിദ്യാർത്ഥിയായ ഗോപികൃഷ്ണൻ എന്നൊരു വിദ്യാർത്ഥി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ കോളേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവിടുത്തെ അവസ്ഥ എന്താണ്? പലരുടെയും വാക്കുകളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? എന്താണ്? വലിയ പരിമിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇപ്പോൾ കോളേജ്. എന്നാൽ ആ പരിമിതികളെ ഒക്കെ മാറ്റി പുതിയ ബിൽഡിംഗ് കൊണ്ടുവരാമെന്ന് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ആദ്യ വർഷം തൊട്ട് മാനേജ്മെന്റ് ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ തൃണവത്ഗണിച്ച് ഒരു തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ കോളേജ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ സൗകര്യങ്ങളിൽ ഒന്നുപോലും ആഡ് ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയാതെ വളരെ പരിമിതിയിൽ പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ വലിയ പരിമിതിയിലാണ് ഇന്ന് ഈ കോളേജിന്റെ അധ്യയനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇതിപ്പോ 3-ാം വർഷ വിദ്യാർത്ഥിയാണല്ലോ, നിങ്ങളത് ജോയിൻ ചെയ്യുമ്പോഴേ എന്തായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത്? അതിനൊരു ആശങ്ക പറഞ്ഞു. ജോയിൻ ചെയ്യുമ്പോൾ 2-ാം വർഷം ആരംഭിക്കുമ്പോഴേക്കും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റാമെന്ന അവകാശവാദം പിന്നെ മാനേജ്മെന്റിന്റെ കനത്ത അനാസ്ഥ മൂലം അത് സാധിക്കാതെ വരികയും എന്നാൽ ഇന്ന് വരെ അവിടെ കെട്ടിടത്തിനായി എടുത്തു എന്ന് പറയുന്ന വിവാദമായ ആ 5 ഏക്കർ ഭൂമി എന്ന് വളതൂക്കിലുള്ള ആ ഭൂമിയിൽ കല്ലിടുക എന്ന് പറയുന്ന ഒരു മാമാങ്കം വച്ചതിന് ശേഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും മാനേജ്മെന്റ് തയ്യാറാകാത്തതിന്റെ പ്രതിഫലനമാണ് അഫിലിയേഷൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോയത്. ഇത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും തികഞ്ഞ അനാസ്ഥയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഒരു വിലയും കൊടുക്കാതെ ഈ വിദ്യാഭ്യാസത്തെ കേവലം ഒരു കച്ചവട വസ്തുവായിട്ട് മാത്രം കാണുന്ന തരത്തിലുള്ള നടപടികളുടെ ബാക്കിയായാണ് ഈ അഫിലിയേഷൻ നഷ്ടമാകുന്ന തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ കോളേജിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ശ്രമവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നമ്മളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഉള്ള പ്രിൻസിപ്പൽ പലപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെയും ലഭ്യരാക്കുന്ന ഇന്നലത്തെ പേരന്റ്സ് മീറ്റിംഗിൽ വന്ന പേരന്റ്സിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് പ്രിൻസിപ്പൽ തരുന്നത്. ഇവിടെ ഇപ്പോൾ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആശങ്ക ഘട്ടം നിങ്ങൾ കാണുന്നത്? കോളേജിന്റെ അഫിലിയേഷൻ അനൗപചാരികമായി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് മെയ് 31 കോളേജിന്റെ ബിൽഡിംഗ് പണി പൂർത്തിയാക്കുകയാണെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ നീട്ടിക്കിട്ടുവാനുള്ള വിദൂരമായ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ഈ മെയ് 31 അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ ബിൽഡിംഗിലേക്ക് കോളേജിന്റെ സ്വന്തം കെട്ടിടത്തിലും സ്വന്തം ഭൂമിയിലേക്കും കോളേജിന്റെ പ്രവർത്തനം മാറ്റാമെന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇന്നലെ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ചു വന്ന SNDP യോഗം നേതാവ് അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിന്റെ കൊണ്ട് ഒപ്പുവെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണോ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? അതിൽ തന്നെയെന്നല്ല, അതിൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അല്ലാതെ പ്രതീക്ഷയുടെ ഒരു നാളം പോലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പങ്കുവയ്ക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടി ഉയർന്നത് കൊണ്ട് ഒരുപക്ഷെ പുതിയ കെട്ടിടമായി അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അഫിലിയേഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുട്ടികൾ. ആ ഒരു വിദൂര പ്രതീക്ഷ മാത്രമേ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ളൂ. 3-ാം വർഷ വിദ്യാർത്ഥികൾ മാത്രമല്ല, 1-ാം വർഷവും 2-ാം വർഷവും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇതേ പരിമിതമായ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതേ ചെറിയ സൗകര്യങ്ങളിൽ ഒരു മുൻപ് കല്യാണ മണ്ഡപമായിരുന്നു, എന്നാൽ ഇപ്പൊ വേറെ കല്യാണ മണ്ഡപം ഉണ്ട് SNDPക്ക്. എങ്കിൽ പോലും മുൻപ് കല്യാണ മണ്ഡപമായിരുന്ന ഒരു സ്ഥലത്ത് അതിന്റെ എല്ലാവിധ പരിമിതികളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കോളേജ് ബിൽഡിംഗ്, ഒരു കോളേജ് ആ കോളേജിനെ മാറ്റി ഈ ഒരു ഒപ്പിട്ട് തന്നതുകൊണ്ട് ആ കോളേജിനെ മാറ്റി പുതിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. വാക്ക് പാലിക്കാത്ത പക്ഷം വ്യക്തിപരമായ അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പറയാം. ഗോപികൃഷ്ണൻ, ഏത് സ്ട്രീമാണ് പഠിക്കുന്നത്? ഞാൻ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു അവിടെ? പഠനത്തിനുള്ള സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്തരീക്ഷം, അതായത് പലപ്പോഴും കല്യാണങ്ങൾ നടക്കുമ്പോൾ ക്ലാസ്സുകൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ കല്യാണവും നടക്കാറുണ്ട് അവിടെ. കല്യാണം അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഈ കോളേജിന്റെ മറ്റ് പൊതുപരിപാടികൾക്ക് അല്ലെങ്കിൽ പാഠ്യേതര പരിപാടികൾക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഓഡിറ്റോറിയം തന്നെയാണ് കല്യാണങ്ങൾക്കും വിട്ടുകൊടുക്കാറ്. അപ്പോ കല്യാണങ്ങൾ നടക്കുമ്പോൾ ക്ലാസ് പലപ്പോഴും ഡിസ്റ്റർബ് ആകുന്ന ഒരു സാഹചര്യം.
അതല്ലെങ്കിൽ ക്ഷേത്രപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ക്ലാസ് ഡിസ്റ്റർബ് ആകുന്ന ഒരു സാഹചര്യം 3 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ 3 വർഷത്തിന് മുമ്പ് കേവലം 1 വർഷം, ആ 1 വർഷത്തിനുള്ളിൽ ഇത് സഹിക്കാൻ അല്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകും ഞങ്ങൾ വിദ്യാർത്ഥികൾ തയ്യാറായതിന്റെ ഭാഗമാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ബാച്ചിൽ ഏകദേശം 27ഓളം വിദ്യാർത്ഥികൾ അധ്യയനം തേടുന്നുണ്ട് 3-ാം വർഷം. അവിടെ മറ്റുള്ളത് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ്. അവിടെ ഏകദേശം 30ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. BA ഏകദേശം 10ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇത്രയും വിദ്യാർത്ഥികളും ആദ്യം ഈ ഒരു വാക്കുകേട്ടാണ് ഈ കോളേജിലേക്ക് വന്നത്. അവസാനം ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ അവകാശങ്ങളെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ പഠിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് പഠിക്കുവാനുള്ള ആ ഒരു അവകാശങ്ങൾ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് മാനേജ്മെന്റ് ഇത്തരത്തിൽ ധിക്കാരപരവും അത് മാത്രമല്ല അനാസ്ഥയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ അഫിലിയേഷൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക്. ഗോപികൃഷ്ണൻ, വളരെ നന്ദി അവസരത്തിൽ ഏതായാലും അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇനി ഇങ്ങനെ ഒരു കോളേജും പ്രവർത്തിച്ചു കൂടാ. കാരണം വിദ്യാർത്ഥികൾ ഒരു കോളേജിൽ നിന്നും പഠിച്ചിറങ്ങേണ്ടത് മിടുക്കന്മാരായിട്ടായിരിക്കണം, അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന വ്യക്തികളായിട്ടായിരിക്കണം. പക്ഷെ അവർക്ക് പഠിത്തത്തിന് യാതൊരു സൗകര്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കോളേജുകൾ വിദ്യാഭ്യാസത്തെ വെറും കച്ചവടം മാത്രം ആക്കി മാറ്റുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി പൂഞ്ഞാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പരമഹംസ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന കോളേജിലെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണ മണ്ഡപത്തിൽ പ്രവർത്തിക്കുന്നു. കല്യാണം നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. ഈ വിധത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കോളേജുകൾ മാറേണ്ടതുണ്ട്. നമ്മൾ മാറേണ്ടതുണ്ട്. കേരളം ഒട്ടാകെ മാറേണ്ടതുണ്ട്.